വാഴക്കാട് പഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിരന്തരം ഈവനിംഗ് ഒ പി മുടങ്ങുന്നു എന്ന പരാതി ഉയരുകയാണ്. ഇത് 1, 2, 3 തവണയല്ല. സാധാരണക്കാരായ രോഗികൾ വന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന കാഴ്ച നിത്യസംഭവമായി മാറുകയാണ്. ഇതോടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളുമൊക്കെ നിരവധി തവണ ഇവിടെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് നിരന്തരം ഇതിന് പിന്നാലെ സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും കൃത്യമായി ഓർഡറുകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പരാതി. കഷ്ടത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ്. ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ഉയരുകയാണ്. യൂത്ത് ലീഗ് ഭാരവാഹികൾ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്നും ഈവനിംഗ് ഒ പി ഇവിടെ തടസ്സപ്പെട്ട നിലയിലാണുള്ളത്. എന്താണ് നിങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളതിൻ്റെ പ്രധാന കാര്യം? വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളോടൊപ്പമാണ് ഇന്ന് വാഴക്കാട് ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് വരുന്നത്. വരാൻ കാരണം ഈ അടുത്ത് കുറേ ദിവസങ്ങളായി ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയ പ്രത്യക്ഷപ്പെടുകയാണ്. വാഴക്കാട്ടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഇന്ന് ഈവനിംഗ് ഒ പി ഉണ്ടായിരിക്കുന്നതല്ല. നിരന്തരം ആ പോസ്റ്റർ കാണുകയും പൊതുജനങ്ങളും യുവജനങ്ങളൊക്കെ മുസ്ലിം യൂത്ത് ലീഗിനെ സമീപിക്കുകയും ഈ വിഷമകരമായ സാഹചര്യം പറയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് ഞങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ പൊതുജനങ്ങളെ ആവശ്യം പരിഗണിച്ചാണ് ഈവനിംഗ് ഒ പി ഇത്രയും മനോഹരമായൊരു ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും സർക്കാർ പലപ്പോഴും അവഗണിച്ചപ്പോഴും കിടത്തി ചികിത്സ ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇവിടുന്ന് വിദ്യാർത്ഥികൾക്കും ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്കൊക്കെ വൈകുന്നേരം അതല്ലെങ്കിൽ അവർ ജോലി സംബന്ധിച്ച ശേഷം പരിശോധിക്കാൻ ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ സൗകര്യം ഉണ്ടാവണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഈവനിംഗ് ഒ പി ആരംഭിച്ചത്. എന്നാൽ ഈവനിംഗ് ഒ പി ഇവിടെ ഇല്ലാത്ത സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കാൻ വന്നപ്പോഴാണ് ഇന്ന് മെഡിക്കൽ ഓഫീസർ കാണാനായിരുന്നു വന്നിരുന്നത്. അവരിവിടെ ലീവാണ്. ഇവിടെ റെഗുലറായി വരേണ്ട ഡോക്ടറും ഇന്ന് ലീവാണ്. അപ്പം ഇവിടെയുള്ള ഈവനിംഗ് ഒ പി ഡോക്ടർ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി എടുത്തു കൊടുക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കാണാൻ വന്നത്. അപ്പോൾ അവരോട് കാര്യം അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ ഓഫീസറും ഇവിടെ മോർണിംഗ് ഒ പി ഉണ്ടായ ഡോക്ടറും അഥവാ ഇവിടുത്തെ പെർമനൻറ്റ് ഡോക്ടേഴ്സ് ലീവ് ആവുന്ന ഘട്ടത്തിലാണ് അവരോട് മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം കൊടുക്കുകയാണ് ഈവനിംഗ് ഒ പി എന്ന് വേണ്ട, പകരം മോർണിംഗ് ഡ്യൂട്ടി എടുക്കണമെന്നുള്ളത്. ആ കാരണത്താലാണ് ഇവിടുത്തെ ഈവനിംഗ് ഒ പി മുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ DMO നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിന് പരിഹാരം അടിയന്തരമായി കാണണമെന്നുള്ളത്. എത്രമാത്രം ആളുകൾ ഇവിടെ ഒന്ന് മടങ്ങി പോകുന്നുണ്ട്? രോഗികളൊക്കെ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്? ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന ഒരുപാട് വൃദ്ധരായ വനിതകളെ ആളുകളെയും അതുപോലെ വിദ്യാർത്ഥികളെയും ജോലി കഴിഞ്ഞ് വന്ന യുവാക്കളെയും നമുക്ക് കാണാൻ ഇടയായി. അവരുടെ പരാതി കൂടി ഉണ്ടായത് കൊണ്ടാണ് യൂത്ത് ലീഗ് ഇത് അന്വേഷിക്കാൻ വന്നത്. സമരത്തിന്റെ ഒരു ഘട്ടം നിലയ്ക്ക് ആദ്യം കൂടി സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ തന്നെ ഉള്ള കാഴ്ച ഇവിടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ 2 ഡോക്ടർമാർ ലീവാണ്. പകരം ഇന്ന് ഈവനിംഗ് ഒ പി എടുക്കുന്ന ഡോക്ടർ ഇന്ന് ആ ഡ്യൂട്ടിയിലാണ്. ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം എന്ന് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ മറ്റോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലേക്കോ ഇന്ന് ഒ പി ലീവാണ് എന്ന് അറിയിക്കുന്നു. ആ ഒരു പോസ്റ്റർ ഇവിടെ നിലവിൽ ഈ രോഗികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും അറിയുന്നില്ല. ഇവർ ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഹോസ്പിറ്റലിൽ വന്ന് ടിക്കറ്റ് എടുക്കാൻ നേരം അല്ലെങ്കിൽ ഷീറ്റ് എടുക്കാൻ നേരം മാത്രമാണ് ഇവർ ഈ ബോർഡ് ഇന്ന് ഈവനിംഗ് ഒ പി ഉണ്ടായിരിക്കുന്നതല്ല എന്ന ബോർഡ് ഇവർ കാണുന്നത്. അതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം. മുഴുവൻ ആളുകളും ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പ്രയാസത്തിലാകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതൊരു വലിയ ദുരിതമായി മാറുകയാണ്. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഹക്കീം, എന്താണ് ഇനി നിങ്ങളുടെ ഒരു നിലപാട്? നേരത്തെ ഒന്നും ഈ ഒരു പ്രശ്നം ഇത്തരമൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെയൊക്കെ രാവിലത്തെ ഡോക്ടർമാർ അഥവാ നേരം വൈകി ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും പകരം ആളെ കണ്ടെത്തി ഈവനിംഗ് ഒ പി മുടങ്ങാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ അടുത്തിടെയായി തുടർച്ചയായി എല്ലാ ദിവസങ്ങളും ഈവനിംഗ് ഒ പി മുടങ്ങുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഞങ്ങൾ ഇന്ന് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ പരിഹാരം കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ തുടർച്ചയായി സമരങ്ങളുമായിട്ട് ശക്തമായ സമരങ്ങളുമായിട്ട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായും വ്യക്തമാണ്. ഇനി ഈ ഒരു സംവിധാനം ഇങ്ങനെ തുടർന്നു പോയാൽ ശക്തമായ നടപടികളും സമരപരിപാടികളുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. ഈ ഒരു സമരത്തിലേക്ക് നയിക്കാതെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 10 ചാനൽ പ്രതിനിധി മലപ്പുറം DMOയുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകുമെന്നും ബ്ലോക്ക് കോർഡിനേറ്റർക്ക് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഈവനിംഗ് ഒ പി ഒഴിവാക്കുന്ന നടപടികൾ ഇനി ഉണ്ടാകില്ലെന്നും DMO അറിയിച്ചു.